ഫിഫ ലോകകപ്പിന് ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഇപ്പം ടീമുകളുടെ നിലവാരവും താരങ്ങളുടെ പരിക്കും അതുപോലെ തന്നെ ഏത് ടീമാണ് ഏറ്റവും മികച്ചതെന്നുള്ള ചർച്ചകളൊക്കെ ഒരു വശത്തൂടെ നടക്കുകയാണ്. പക്ഷേ ഏറ്റവും മികച്ച മുന്നേറ്റ നിരയുള്ള ടീം ഏതാണെന്നുള്ള കാര്യത്തിൽ ഇപ്പം ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഒരു ഫുട്ബോളിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്ന മികച്ച പ്രതിരോധവും അതുപോലെ തന്നെ മുന്നേറ്റവും ഗോൾ നേടുക എന്നുള്ള സൗന്ദര്യവുമാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അതൊരു ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവർ കാണുന്നവരെ സംബന്ധിച്ച് മുന്നേറ്റമാണ്, അറ്റാക്കിംഗ് ആണ് സൗന്ദര്യം. അപ്പോൾ ഈ പല ടീമുകളും പല രീതിയിലാണ് ഫുട്ബോളിനെ അവർ 4-3 അങ്ങനെയുള്ള നമ്പറിൽ പല ശൈലിയിലാണ് കളിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു അറ്റാക്കിംഗ് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ലോകകപ്പ് നേടണമെങ്കിൽ അറ്റാക്കിംഗ് ഗോൾ അടിച്ചാലേ കളി ജയിക്കാൻ വേണ്ടി പറ്റൂ. അപ്പൊ ആരായിരിക്കും ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കും, അല്ലെങ്കിൽ ഏത് പ്രതിരോധ കോട്ടയും തകർക്കാൻ വരുന്ന മുന്നേറ്റത്തിന് ആർക്കാനുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് 5 ടീമുകൾ. അതിൽ ഒന്നാം സ്ഥാനത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബ്രസീലോ അർജന്റീനയോ അല്ല എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. നമുക്ക് 5 ടീമുകൾ ഏതാണെന്ന് നോക്കിയാൽ 5ാം സ്ഥാനത്ത്, നമുക്ക് 5 തൊട്ട് മുന്നോട്ട് പോകാം. 5ാം സ്ഥാനത്തുള്ളത് ഇംഗ്ലണ്ടാണ്. ഒട്ടേറെ പ്രധാന, നമുക്കറിയാം ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച സ്ഥാനമുള്ള ഒരു ടീം തന്നെയാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ അറ്റാക്കിംഗ് നിര ഇപ്രാവശ്യവും മികച്ചതാണ്. പല പ്രമുഖ താരങ്ങളില്ലെങ്കിലും ഈ പോരിന് പറ്റിയ ഒരു പറ്റം താരങ്ങൾ ഈ ടീമിൽ ഇപ്പോഴും ഉണ്ട്. അതാണ് എടുത്തു പറയേണ്ടത്. ഈ തോമസ് ടൂച്ചലാണ് ഇംഗ്ലണ്ടിന്റെ പരിശീലകൻ. അദ്ദേഹത്തിന് പല പ്രമുഖ താരങ്ങളെയും ഈ തവണ ഒഴിവാക്കി അതേപോലെ തന്നെ യുവതാരങ്ങളെ അടക്കം ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഖത്തർ ലോകകപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരുടെ മുന്നേറ്റത്തിനെ കണ്ടിട്ടുണ്ട്. ശക്തമായ ഒരു ആക്രമണോത്സവ കളി ശൈലിയാണ് ഇംഗ്ലണ്ടിനുള്ളത്. ഇത്തവണയും ഹാരി കെയ്ൻ തന്നെയായിരിക്കും അവരുടെ ഒരു ആക്രമണോത്സവയ്ക്ക് മുന്നിൽ നിൽക്കുക. അങ്ങനെ തന്നെയാണല്ലോ. തീർച്ചയായും ഹാരി കെയ്ൻ തന്നെയായിരിക്കും ഇംഗ്ലണ്ടിന്റെ കുന്തമൻ. അതിനൊപ്പം ബുക്കായോ സാക്ക ഉണ്ട്, അന്തോണി ഗോർഡൻ ഉണ്ട്. ഇവരും കൂടെ ചേരുമ്പോഴേക്ക് ഇംഗ്ലണ്ടിന്റെ അറ്റാക്കിംഗ് നിര ഏത് വമ്പൻ പ്രതിരോധ കോട്ടയും തകർക്കാൻ വരുന്നതിനായിട്ട് മാറും. ജിബിൻ പറഞ്ഞാൽ തന്നെ ഹാരി കെയ്ൻ തന്നെ ആയിരിക്കും ഇംഗ്ലണ്ടിനെ നയിക്കുക. നമ്മൾ ഒരുപറ്റം താരങ്ങളില്ല, കോളി ഫാൽമർ പോലുള്ള താരങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ടീമിന്റെ ശക്തിയെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഹാരി കെയ്ൻ ഉണ്ട്, ഹാരി കെയ്ൻ നയിക്കാൻ വേണ്ടി പറ്റും. അതോടൊപ്പം അന്തോണി ഗോർഡനും ബുക്കായോ സാക്കയും കൂടെ ചേരുമ്പോഴേക്കും ഒരു മികച്ച നിരയായിട്ട് മാറും. ഈ പറഞ്ഞ ഏത് നിര വന്നാലും ഗ്രൂപ്പ് ഘട്ടത്തിലെല്ലാം നോക്കൗട്ട് റൗണ്ടിലേക്ക് എത്തുമ്പോഴേക്കും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തകർത്ത് മുന്നേറാൻ പറ്റുന്ന ഒരു നിരയായിട്ട് ഇംഗ്ലണ്ട് നിൽക്കും. ഇപ്പം ഈ പണ്ടിൽ 5ാമതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, എങ്കിൽ കൂടി അത് മികച്ചൊരു നിര തന്നെയാണ് ഇംഗ്ലണ്ടിന്റെ വരുന്നത്. ഇംഗ്ലണ്ടിന്റെ ഒരു ഗോളടിയന്ത്രമായിട്ടാണ് ഹാരി കെയ്നെ കാണുന്നത്. ഇത്തവണ ഹാരി കെയ്ൻ അതേ ഒരു ചരിത്രം ആവർത്തിക്കാൻ പറ്റും. പക്ഷെ അതുപോലെ തന്നെ നമ്മള് വേറൊരു ടീമുണ്ട് 4ാം സ്ഥാനത്ത്, സ്പെയിനാണ്. സംശയമില്ല, സ്പെയിൻ അറ്റാക്കിങ് നമുക്ക് അറിയുന്നതാണ്. ഇപ്പൊ അവരുടെ ശൈലി ഒക്കെ എങ്ങനെ വന്നാലും ഇപ്രാവശ്യം നമ്മൾ ലോകകപ്പ് നേടുന്ന പറയുന്ന ടീമുകളിൽ ഏറ്റവും കൂടുതൽ സാധ്യത വിടുന്ന ഒരു ടീം തന്നെയാണ് സ്പെയിൻ തന്നെ. എല്ലാ കാലത്തും തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. ലാമി യമാലിന്റെ ഒരു ടീം. യമാൽ നമുക്കറിയാം എങ്ങനെയാണ് യമാൽ ഫുട്ബോൾ ലോകത്ത് കയറി വരുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നതാണ്. അപ്പം ആ ടീമിനെ നയിക്കാൻ പോകുന്നത് യമാൽ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ കുന്തമനായിട്ട് മാറുന്നത്, സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ യമാലിന്റെ കൂട്ടത്തിൽ നമ്മൾ പറയേണ്ട കുറച്ച് പേരുകളുണ്ട്. നിക്കോ വില്യംസ് ഉണ്ട്, ഫെറാൻ ടോറസ് ഉണ്ട്. ഈ 2 താരങ്ങളുടെ വില്യംസ്, ഫെറാൻ ടോറൻ, ലാമി യമാൽ ഇവർ ചേരുമ്പോഴേക്കാണ് നിര നമ്മൾ ഈ പറഞ്ഞ തന്നെ ഇംഗ്ലണ്ടിനേക്കാൾ ഒരുപടി മുന്നിലേക്കാണ് ഇവിടെ 4ാമത്. യമാലിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഇത്തവണ യമാലിനെ പിടിച്ചാൽ കിട്ടില്ലാത്തൊരു താരമായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രായവും അദ്ദേഹം നിലവിലെ ഏറ്റവും മികച്ച ഫുട്ബോളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഏറ്റവും പിക് ടൈമാണ്. നമുക്കിപ്പോ ഈ തവണത്തെ ലോകകപ്പ് നോക്കുമ്പോൾ കഴിഞ്ഞ തവണയൊക്കെ കണ്ടതാണ്. ഇത്തവണ കഴിഞ്ഞ തവണ നമ്മൾ പലരുടെയും നോട്ടം ഈ മെസ്സിയിലേക്കും റൊണാൾഡോയിലേക്കും ഒക്കെ ചുരുങ്ങിയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു താരമില്ല. പക്ഷെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് തന്നെ നമുക്കറിയാം ഈ ഒരു കഴിഞ്ഞൊരു ഘട്ടത്തിലേക്ക് വരുമ്പോഴേക്ക് യമാലിന്റെ ഒരു ഉദയം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. യമാൽ തന്നെയാണ് അടുത്തൊരു സൂപ്പർ സ്റ്റാർ പറയുമ്പോൾ നമുക്ക് എംബാപ്പെ പോലുള്ള താരങ്ങൾ മറ്റു ടീമുകളൊക്കെ കളിക്കുന്നുണ്ട്. ഈ പറഞ്ഞ മെസ്സിയൊക്കെ ഇപ്പോഴും ഉണ്ട്. എങ്കിൽ കൂടി സൂപ്പർ താരങ്ങളുടെ പട്ടികയിലേക്ക് യമാലുണ്ട്. അതിനെ യമാലിനെ മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല. നിലവിലെ ലോകകപ്പിന്റെ ഈ ഒരു ലോകകപ്പ് അടക്കം 2026 ലോകകപ്പിലെ ഏറ്റവും മികച്ച റൈക്കണായിട്ട് യമാലുണ്ട്. യമാലിന്റെ സ്പെയിൻ ഉണ്ട്, അത് സംശയമൊന്നുമില്ലാത്ത കാര്യം തന്നെയാണ്. യമാലിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ തന്നെ അതുപോലെ തന്നെയാണ് ഈ യമാലിന് ഈ ലോകകപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. കാരണം ഇത്തവണ അദ്ദേഹത്തിന് അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിലടക്കം ഗോൾ നേടിക്കഴിഞ്ഞു. ഇനി ലോകകപ്പിലും കൂടെ ഫിഫ ലോകകപ്പിലും കൂടെ ഗോൾ നേടി അദ്ദേഹത്തിന് പുതിയൊരു ചരിത്രത്തിലേക്ക് എത്താനുള്ള ഒരു അവസരം കൂടിയാണ്. അത് യാതൊരു സംശയമില്ല, അദ്ദേഹം ആ ചരിത്രം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളെ സ്പെയിനെ ലോകകപ്പ് ഫൈനലിൽ യമാൽ ഗോൾ അടിച്ച് ആ കപ്പ് കിരീടം നേടുന്ന കാത്തിരിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്. നമ്മൾ ഈ പറഞ്ഞ മെസ്സി റൊണാൾഡോയെ പോലെ തന്നെ യമാലിന് നിരവധി ആരാധകർ ഇപ്പോൾ ഉണ്ട്. ഈ യമാലിലൂടെ സ്പെയിൻ ഗോൾ ലോകകപ്പ് നേടുമോ എന്നതാണ് എനിക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. ഇനി 3ാം സ്ഥാനത്തുള്ള ടീമാരാണ് അർജന്റീന. നമ്മള് ഖത്തർ ലോകകപ്പിൽ അർജന്റീനയ്ക്ക് കിരീടം നേടിക്കൊടുത്ത മെസ്സിയാണ് അവരുടെ മുന്നേറ്റത്തിന്റെ 9 പേരൊഴികെ ആ സ്ക്വാഡിൽ 27 9 പേരൊഴികെ ബാക്കി 17 പേരും പിന്നെ ഖത്തർ ലോകകപ്പിലെ സ്ക്വാഡിൽ ഇപ്രാവശ്യം കളിക്കുന്നുണ്ട്. ആ സ്ക്വാഡ് ഈ പറയുന്ന മെസ്സിയുടെ കരുത്ത് തന്നെ ഇറങ്ങുമ്പം തിയാഗോ അൽമാഡ, ജൂലിയസ് അൽവാരസ് എന്നുള്ള സംഘങ്ങളും വരുമ്പോഴേക്ക്
ഖത്തർ ലോകകപ്പിന് എന്തായിരുന്നോ നമ്മൾ കണ്ടിരുന്ന ഒരു പ്രതീക്ഷ, അത് മെസ്സിക്ക് വേണ്ടി ഒരു കപ്പ് എന്നൊരു നമ്മൾ പറയുന്നു, മെസ്സിക്ക് ഒരു കപ്പ് സ്കീം എന്നൊക്കെ പറയുന്നത്, അതൊരു നമുക്കൊരു ഇതായിരുന്നു, മെസ്സിക്ക് ഒരു കപ്പ് അടിക്കുന്നത്. പക്ഷെ ആ കപ്പ് നിലനിർത്താൻ പറ്റുന്ന ഒരു സ്ക്വാഡ് തന്നെയാണ് ഈ പറഞ്ഞ മെസ്സി തന്നെയാണ് ഇപ്രാവശ്യവും. മെസ്സി കളിക്കുന്നിടത്തോളം കാലം മെസ്സി തന്നെയായിരിക്കും അർജന്റീനയുടെ നമുക്ക് സംശയമില്ല. അതിനോടൊപ്പം ഈ 2 താരങ്ങൾ കൂടി ചേരുമ്പോഴേക്കും ഈ 2 താരങ്ങൾ മാത്രമല്ല, സ്ക്വാഡിൽ 26 പേരും എണ്ണി പറഞ്ഞ 26 പേരും മികച്ച നിരയാണ്. അറ്റാക്കിംഗ് നിരയിലേക്ക് വരുമ്പോഴേക്ക് അർജന്റീനയുടെ അറ്റാക്കിംഗ് നിര നയിക്കാൻ വേണ്ടിയിട്ട് മെസ്സി ഉണ്ട്. മെസ്സിക്കൊപ്പം അൽമാഡിയും അൽവാരസും കൂടെ ചേരുമ്പോഴേക്ക് മികച്ചൊരു നിരയായിട്ട് അർജന്റീന മാറും. ഈ 2 താരങ്ങൾക്ക് മെസ്സിയിലേക്ക് പെട്ടെന്ന് പന്തെത്തിച്ചു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇരുവരിലേക്ക് മെസ്സിക്ക് ട്രിബിളിംഗിൽ മെസ്സിയുടെ കാര്യം നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിന് പന്ത് പെട്ടെന്ന് കൈമാറാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. പെട്ടെന്ന് ഗോൾ നേടാനുള്ള സാഹചര്യം മെസ്സിക്ക് ഒരുങ്ങും, അല്ലെങ്കിൽ ഈ മൂവർ സംഘത്തിന് സാധിക്കും എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. അതുപോലെ തന്നെ അടുത്തൊരു ടീം ഏതെന്ന് അറിയോ? ബ്രസീലാണ്. അത് ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആരാധകർക്കുള്ള ഒരു എന്താണ് ഒരു ഭിന്നാഭിപ്രായം പറയാൻ സാധ്യത ചിലപ്പോൾ അത് പറഞ്ഞേക്കാം. ഏറ്റവും മികച്ച അറ്റാക്കിംഗ് നിര അർജന്റീനക്കാൾ അല്ലെങ്കിൽ ബ്രസീലിനല്ല എന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഒരു വിലയിരുത്തൽ നമുക്ക് നോക്കുമ്പം അർജന്റീനയേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് അത് ബ്രസീൽ തന്നെയാണ്. നെയ്മർ, വിനീഷ്യസ് ജൂനിയർ, റാഫിഞ്ഞ ഇവർ ചേരുമ്പോഴേക്ക് ഈ നമ്മളീ പറഞ്ഞ അൽവാരസോ അൽവാഡയും പിന്നെ നമ്മുടെ മെസ്സിയും കൂടെ ചേർന്ന ടീമിനേക്കാൾ ഒരു പടി മുന്നിൽ അറ്റാക്കിങ്ങിന് പോയിന്റ് ഇപ്പോൾ കിട്ടുന്നത് അത് ബ്രസീൽ തന്നെയാണ്. ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച മുന്നേറ്റത്തിലുള്ള 2ാമത്തെ ടീം ബ്രസീലാണ്. നെയ്മറിന്റെ തിരിച്ചു വരവ്, ഒരു മടങ്ങി വരവ്, നമുക്കറിയാം നെയ്മറിന്റെ പരിക്ക് ഇപ്പോഴും ആശങ്കയുണ്ട്. നെയ്മർ കളിക്കുന്നിടത്തോളം കാലം പരിക്ക് അദ്ദേഹത്തിന്റെ കൂടപ്പറപ്പാണെന്ന് നമ്മൾ പറയുന്നതാണ്. അത് ആ സാമ്പാ താളത്തിനൊപ്പം നൃത്തം വെക്കുന്ന നെയ്മറിനെ നമുക്ക് എത്രത്തോളം ഇഷ്ടമാണോ അത്രത്തോളം പേടിയുമാണ് നെയ്മർ കളത്തിലേക്ക്. നമ്മൾ പലപ്പോഴും പരിക്ക് വരുന്ന ശരീരപ്രകൃതം ഉള്ള താരം കൂടിയാണ്. പക്ഷെ അദ്ദേഹത്തിന് മടങ്ങി വരവ്, ഒരു കപ്പുമായിട്ട് ചരിത്രത്തിൽ ഇടം പിടിക്കാനാണോ 6ാമത്തെ കപ്പ് കൊടുക്കാനാണോ എന്ന് അറിയില്ല എന്നല്ല, പ്രതീക്ഷിക്കുന്നവരേറെയാണ്. അങ്ങനെ തന്നെ വരുവാറില്ല. ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എൻ്റെ ഒരു ടീം ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ടീം ബ്രസീൽ തന്നെയാണ്. അപ്പം വിനീഷ്യസും റാഫിഞ്ഞയും നെയ്മറും കൂടെ ചേരുമ്പോൾ ഇതിൽ പരിക്ക് നമുക്കറിയാം മാറി വന്നേക്കാം. പക്ഷേ ഈ 3 പേരെ, ഈ 3 ത്രയങ്ങളാണ് നമ്മളിപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഇവരോട് വരുന്ന ടീം അത് ഒരുപടി മുന്നിൽ തന്നെ ആയിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ഈ നെയ്മറിനേക്കാളും കൂടുതൽ ആക്രമണകാരിയാകാൻ സാധ്യത കൂടുതൽ വിനീഷ്യസ് ജൂനിയറാണ്. തീർച്ചയായും. കാരണം എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ കളിയുടെ ശൈലി അങ്ങനെയാണ്. നെയ്മർക്ക് നമ്മൾ പറയുന്നത് പെട്ടെന്ന് പരിക്ക് പറ്റുന്നു, അത് ശരിയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യം അങ്ങനെ തന്നെയാണ്. വളരെ ഒരു സ്കെൽട്ടർ ആയിട്ടുള്ള വ്യക്തിയാണ്, ആരോഗ്യക്കുറവുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ നെയ്മർ തന്നെയാണ് ഗോൾ അടിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇതുണ്ട്, പവർ ഉണ്ട്. അത് നമുക്കറിയാം, അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ചരിത്രം അതാണ്. പക്ഷെ നമ്മൾ റഫീഞ്ഞോയും ഉണ്ട്, അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയറും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ലോകകപ്പിൽ നമ്മൾ കണ്ടതാണ്, ഖത്തർ ലോകകപ്പിൽ കണ്ടാണ് വിനീഷ്യസ് ജൂനിയറിന്റെ മികച്ച മുന്നേറ്റങ്ങൾ കണ്ടിട്ടുണ്ട്, ഗോളിലേക്ക് എത്തുന്ന അവസരങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെയല്ലേ ഇപ്പൊ ലിജിൻ പറയുന്നത് ഈ സാമ്പത്താളം ഗോൾ നേടിക്കഴിഞ്ഞിട്ടുള്ള അവരുടെ ഒരു സാമ്പത്താളം നൃത്തവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരൊക്കെ അത് ഭയങ്കര ഒരു വികാരം തന്നെയാണ്. പക്ഷെ ഇത്തവണ നെയ്മർ പരിക്കുകളൊക്കെ മാറി കളത്തിലേക്ക് വരുന്നു എന്നൊരു പക്ഷെ അത് ബ്രസീലിൽ ശക്തമായിട്ട് തിരിച്ചു വരട്ടെ. കാരണം നമ്മൾ മലയാളികൾക്ക് ബ്രസീലായാലും അർജന്റീന ആയാലും പോർച്ചുഗൽ ആയാലും അവർക്ക് അവർ 3 ടീമുകൾ നമുക്കൊരു വികാരം തന്നെയാണ്. ഇവരിൽ ആര് വിജയം കണ്ടാലും നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മളെ ടീമായിട്ട് നമുക്ക് തോന്നുന്ന ടീമുകളാണ് ഈ 3 പേരും. അതുപോലെ തന്നെ നമ്മൾ ഈ പട്ടികയിലോട്ട് വരുമ്പോൾ ഒരു 1ാം സ്ഥാനത്തേക്ക് ഒരു ടീമുണ്ട്. അതെ, ഞാനിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, അർജന്റീനയും ബ്രസീലും വരുമ്പോൾ നമ്മൾ ബ്രസീലിന് 2ാമത്തെ കൊടുത്തത്, 2ാമത്തെ മുന്നേറ്റത്തിലാണ്. 3ാമതാണ് അർജന്റീന നമ്മൾ പറഞ്ഞത്. പക്ഷെ ആരാധകർ തിരിച്ചു പറഞ്ഞേക്കാം ബ്രസീലിനേക്കാൾ നല്ലത് അർജന്റീനയാണ്, അപ്പൊ 2ാമത് അർജന്റീന കൊടുക്കുന്നത്. പക്ഷെ 1ാമത്തെ ടീം ഏതാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല, അത് ഫ്രാൻസ് തന്നെയാണ്. അതിൽ ഈ നമ്മളീ പറഞ്ഞ നെയ്മറിനെ പറഞ്ഞു, മെസ്സിനെ പറഞ്ഞു, അങ്ങനെ ഓരോ താരങ്ങൾ ഓരോ ടീമിനെ കെയിനെ പറഞ്ഞു തുടങ്ങിയത്, ഓരോ താരങ്ങളെ പറഞ്ഞു. ആ ഫ്രാൻസിന്റെ കുന്തമുന ഇതാന്ന് നോക്കുമ്പോൾ അതിലും ആർക്കും സംശയം ഉണ്ടാവില്ല, എംബാപ്പെ. ആ ഒരു പേരിലേക്ക് തന്നെയാണ് ഈ ലോകകപ്പിൽ താരമായിട്ട് വരാൻ, അല്ലെങ്കിൽ ഈ ലോകകപ്പ് കഴിഞ്ഞ തവണ കിരീടം നഷ്ടപ്പെട്ടത് നമുക്കറിയാം, എങ്ങനെയാണ് വന്നത്, എന്താണ് സംഭവിച്ചതെല്ലാം നമുക്കറിയുന്നതാണ്. അവസാന നിമിഷം വരുന്ന എല്ലാ നിമിഷങ്ങളും നമുക്ക് കണ്ടാണ്. അതിന് മുന്നത്തെ ലോകകപ്പ് നമ്മൾ കണ്ടാണ്. എംബാപ്പെ എന്ന താരത്തിന്റെ ഒരു എംബാപ്പയുടെ ലോകകപ്പായി ഇതിനെ കാണാൻ പറ്റുന്നത് ആ സംശയമില്ല. ഡെമ്പല്ലേണ്ട്, എംബാപ്പെ ഉണ്ട്, ഇവർക്കൊപ്പം 3ാമതായിട്ട് മൈക്കൽ ഒലിസും കൂടെ ചേരുമ്പോഴേക്ക് ഈ സ്ക്വാഡ് തീ പാറിക്കുന്ന സ്ക്വാഡായിരിക്കും. ഏത് പ്രതിരോധ കോട്ടയിനും, ഏത് പേര് കേട്ട കൊമ്പന്മാരായിരിക്കുന്ന ഏത് വിങ്, ഏത് ബാക്ക് എന്നും നോക്കാനുണ്ടാവില്ല. ഏത് കോട്ടയും തുളച്ചു കയറി മുന്നോട്ട് ഗോൾ പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്ന 3 പേരാണ് ഈ വരുന്നത്, എംബാപ്പയും ഡെമ്പല്ലേയും ഒലിസും. ഇതിനെ മറികടക്കാം, ഇതിനെ വെല്ലുന്നൊരു ടീമുണ്ടെന്ന് ജീവിതം തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ടീം വേറെ നമ്മൾ ഈ ഫ്രാൻസിന്റെ കാര്യം പറയുമ്പോൾ ഈ ഖത്തർ ലോകകപ്പില് ഫൈനലിൽ അർജന്റീന ആദ്യ പകുതി തന്നെ 2 ഗോളുകൾ നേടുന്ന സാഹചര്യമുണ്ട്. പിന്നെ കളിയുടെ ടേൺ മാറുന്നു. പക്ഷെ അതിനുശേഷം ഞാനൊരു എടുത്ത് വായിച്ചിട്ടുണ്ട്, ഇവർ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഫസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ ഇവരുടെ ഡഗൌട്ടിലിട്ട് മാറിക്കഴിഞ്ഞ് ടീമുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ എംബാപ്പെ ഭയങ്കര വൈകാരികമായി സംസാരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. പൊട്ടിത്തെറിച്ചവരെ സംസാരിച്ചിട്ടുണ്ടോ, നമ്മൾ എന്തിനു വേണ്ടിയാണ് കളിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് കളിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ എംബാപ്പയുടെ അവിടുത്തെ
സ്പീച്ച്, അവിടുത്തെ ഒരു ഫയർ സ്പീച്ച് ഉണ്ട്, അവിടെ നിന്നാണ് ടീം തിരിച്ചു വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അതിനുശേഷം നമ്മൾ രണ്ടാം പകുതിയിൽ ഇത് കാണുന്നുണ്ട്, കളി കുറെ പന്ത് കൂടുതലും ഫ്രാൻസിന് കളി ഒരു, പക്ഷെ നമ്മൾ മെസ്സി സംഘം ശക്തമായിട്ട് പ്രതിരോധിച്ചെങ്കിലും ആ കളി അർജന്റീന ഫസ്റ്റ് ഹാഫിൽ ഫ്രാൻസ് കളിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു കാര്യമുണ്ട്. ആ കളി കളിക്കാൻ ഫസ്റ്റ് ഹാഫിൽ ഫ്രാൻസിന് സാധിച്ചില്ല. അത്രയും മികച്ച രീതിയിൽ എംബാപ്പെ ടീമിനെ സെക്കൻഡ് ഹാഫിൽ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് ഷൂട്ടൗട്ടിലേക്ക് പോകുമ്പോൾ ഒരു ഭാഗ്യക്കേട് കൊണ്ട് കൂടിയാണ് കപ്പ് നഷ്ടപ്പെടുന്നത്. നമ്മൾ പിന്നെ മാർട്ടിനസിന്റെ ഗോൾ കീപ്പറിന്റെ ഇത് അർജന്റീന ഗോൾ കീപ്പറിന്റെ പ്രകടനത്തെ കുറച്ച് കാണുന്നൊന്നുമില്ല. പക്ഷേ എങ്കിൽ കൂടി 2018 ലോകകപ്പ് 22 നിലനിർത്താൻ പറ്റുമായിരുന്നു ഫ്രാൻസിന്. അത് നഷ്ടപ്പെട്ടു, അവസാന നിമിഷം ഷൂട്ടൗട്ട് നഷ്ടപ്പെട്ടു. പക്ഷേ 2026 എത്തുമ്പോഴേക്ക് അത് തിരിച്ചു പിടിക്കുമെന്ന് അതേ 18 കണ്ട സ്ക്വാഡിന്റെ കരുത്ത് 22 കണ്ട സ്ക്വാഡിന്റെ കരുത്ത് അതേ കരുത്തുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി കരുത്തുമായിട്ടാണ് 26 ഫ്രാൻസ് വരുന്നത്. ആ ഫ്രാൻസിനെ എംബാപ്പയുടെ കാര്യം ഞാൻ പറയാം. ഈ ഫ്രാൻസിന്റെ കാര്യം ഉണ്ടല്ലോ, നമ്മൾ ഈ ഫ്രാൻസിനെ എല്ലാ കാലത്തും നല്ല താരങ്ങളെ വാർത്തെടുക്കാൻ പറ്റുന്ന ടീമാണ്. ഇതിനു മുമ്പ് അങ്ങനെ ഒരു ടീം ഉണ്ടായെന്ന് വെച്ചാൽ ജർമ്മനിയാണ്. ജർമ്മനി വല്ലാത്തൊരു പടയായിരുന്നു. ഖത്തർ ലോകകപ്പിൽ വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എല്ലാ കാലത്തും ശക്തമായ താരങ്ങൾ അവർ കണ്ടെത്തിക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ച് ഒരു സൂപ്പർ താര ടീമിലുണ്ടെങ്കിൽ യുവതാരങ്ങൾ അതിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു താരത്തെ മാത്രം ആശ്രയിക്കുന്ന ടീമായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ ആ വശത്ത് ജർമ്മനി ഉള്ളപ്പോൾ മറുവശത്ത് ഫ്രാൻസും അതേ നിരയിൽ താരങ്ങളെ കണ്ടെത്തി വാർത്തെടുത്തുകൊണ്ടിരുന്നു. ഈ നമ്മൾ ഈ ഖത്തർ ലോകകപ്പിലോട്ട് വന്നപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് എംബാപ്പെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അന്ന് ഖത്തർ ലോകകപ്പ് കഴിഞ്ഞതിന് ശേഷവും പറഞ്ഞു ഇനി എംബാപ്പയുടെ യുഗമായിരിക്കും. കാരണം മെസ്സിക്ക് നേടാനുള്ള എല്ലാം മെസ്സി നേടിക്കഴിഞ്ഞു, ഇനി എംബാപ്പെ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ എംബാപ്പെ ഇപ്പോഴും ആ പേര് ഹെഡ് ലിസ്റ്റിൽ തന്നെയുണ്ട്. എംബാപ്പെ ഇവിടെയുണ്ട്. എംബാപ്പെ തന്നെയാണ് ഫ്രാൻസിന്റെ കരുത്തെന്ന് പറയുന്നത്. എംബാപ്പയുടെ കളിശൈലി നമുക്കറിയാം, അദ്ദേഹം ഭയങ്കര അദ്ദേഹത്തിന്റെ സ്പീഡാണ്, അതുപോലെ തന്നെ ആക്രമണ ശൈലിയാണ്. അദ്ദേഹം മട്ടിപ്പില്ലാതെ ഗ്രൗണ്ട് നിറയെ ഓടി നടന്ന് കളിക്കുന്ന ഒരു താരമാണ്. ഈ എംബാപ്പെ കൊടുക്കുന്ന സ്പിരിറ്റാണ് ഫ്രാൻസിന്റെ കരുത്തെന്ന് പറയുന്നത്. അവിടെ തന്നെയാണ് ഈ മറ്റ് ടീമുകളെ ഭയപ്പെടുത്തുന്ന ഘടകം. അത് തന്നെയാണ് കഴിഞ്ഞ തവണ ഇപ്പോൾ നമ്മൾ പറയും അർജന്റീന കപ്പടിച്ചു, നമുക്ക് അർജന്റീനയുടെ സ്നേഹമുണ്ട്. പക്ഷേ അർജന്റീന വിറച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. അവസാന നിമിഷങ്ങളിൽ എന്ത് സംഭവിക്കുന്നത് തീ മാറുകയായിരുന്നു. അതെല്ലാം ഈ എംബാപ്പയിൽ നിന്നുണ്ടായ ഒരു ഊർജ്ജത്തിന്റെ പുറത്തുള്ള ഒരവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം മെസ്സി ഇങ്ങനെ പറയുന്നുണ്ട് അർജന്റീന ഭയക്കേണ്ട ടീമുകൾ, അതിൻ്റെ അകത്ത് ഫ്രാൻസ് ഉണ്ട്, സ്പെയിൻ ഉണ്ട്, ജർമ്മനി, നമ്മുടെ ബ്രസീലുണ്ട്. ഈ 3 ടീമുകൾ ഭയക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഉദ്ദേശിച്ച് ചിലപ്പോൾ ഫ്രാൻസിനെ തന്നെയാകും. മറ്റേ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള ബ്രസീലിനെ നമുക്ക് എങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റും. പക്ഷേ ഈ ഭയങ്കര കരുത്തുള്ള ഒരു ടീമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. അവരുടെ ശാരീരികമായിട്ടും അവരുടെ ഉയരം, നമ്മൾ ഈ ഫുട്ബോളിൽ ഉയരം ഒരു വലിയ ഘടകമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗോൾ നേടുന്നതിലും ഹെഡർ അടിക്കുന്നതിലൊക്കെ ഒരു പോസിറ്റീവാണ്. അതിലൊക്കെ ഈ ഫ്രാൻസിന് ഒരു അതിൻ്റെതായ ഒരു ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അങ്ങനെ തന്നെ ആയിരിക്കും ഉദ്ദേശിച്ചത്. സ്പെയിനിന്റെ കാര്യം മെസ്സി പറയാനുള്ള കാരണം യമാൽ എന്നുള്ളൊരു താരം അവിടെ ഉണ്ട്. യമാലിന്റെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ട്രിബിൾ ചെയ്യുന്നു, അതിവേഗത്തിൽ പോകുന്നു, ഗോൾ നേടാനുള്ള കഴിവ്, അതുപോലെ തന്നെ ഗോൾ അസിസ്റ്റ് ചെയ്യാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് യമാലിനെ ഒരു പോസിറ്റീവ് ഘടകമാക്കുന്നത്. പക്ഷെ ഈ ലോകകപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താകും ചരിത്രമെന്ന് നമുക്കറിയില്ല. ഫുട്ബോളിന് ഒരു സെക്കൻഡ് മതി, അല്ലെ ഒറ്റ മിനിറ്റ് മതി കളിയുടെ സ്വഭാവം മാറാൻ, ബലം മാറാൻ. അതുകൊണ്ട് സസ്പെൻസ് ആണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഫുൾ സസ്പെൻസ് ആണ്. 2002 ബ്രസീൽ, അതിനുശേഷം ഇറ്റലി, അതിനുശേഷം സ്പെയിൻ, പിന്നെ ജർമ്മനി, പിന്നെ ഫ്രാൻസ്, ഇപ്പോൾ അർജന്റീന. ഇനിയിപ്പോൾ 2026 ആരാ പിടിക്കാൻ വരുന്നത്? നമുക്ക് ഈ പറഞ്ഞ എല്ലാം കരുത്തര നിരയായിരുന്നു ഓരോ ഘട്ടത്തിലും പിടിച്ചത്. ഇതിൽ ഫ്രാൻസ് നമ്മൾ പറയുമ്പോൾ 2018 2022 ഒരേപോലെ 22 തലനാരൊക്കെ എന്താ പറയുക, നിർഭാഗ്യം കൊണ്ടുകൂടി നഷ്ടപ്പെട്ട ഒരു കിരീടം, അല്ലെങ്കിൽ മെസ്സിക്കായി മാറ്റി വെച്ചൊരു കിരീടമായിരുന്നു എന്ന് പറയേണ്ടി വരുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ട കിരീടം അത് തിരിച്ചു പിടിക്കാൻ മികച്ച മുന്നേറ്റ ഇവർ വരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞ 5 ടീമുണ്ട്. ഇംഗ്ലണ്ട് ഇങ്ങോട്ട് തുറക്കുന്ന ബ്രസീലും അർജന്റീനയും സ്പെയിനും ഫ്രാൻസും അടക്കുന്ന ഒരു ഒരു മുന്നേറ്റ നിര, ഈ തീപ്പുരുന്ന മുന്നേറ്റ നിര. ഇതിൽ നമ്മൾ ഈ വിലയിരുത്തിയത് നിലവിലെ പ്രകടനങ്ങളും താരങ്ങളുടെ ഒരു മികവ് വെച്ചിട്ടാണ്. പക്ഷേ ഇവരുടെ ചിലപ്പോൾ ഈ 5 ടീമും ആയിരിക്കില്ല മിന്നിക്കാൻ പോകുന്നത്. ഇന്ന് നമുക്ക് ഫ്രാൻസ് ഐവറി കോസ്റ്റ് മത്സരത്തിൽ കണ്ടു, ഫ്രാൻസിന് ഐവറി കോസ്റ്റ് വീഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഏത് ടീമായിരിക്കും കയറി വരുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അത് കാത്തിരുന്ന് തന്നെ കാണാം ആരായിരിക്കും മികച്ച മുന്നേറ്റത്തിന്, ആരായിരിക്കും കപ്പടിക്കുക എന്ന്.